എന്താ കാരണം? നമ്മളെ നയിക്കുന്നത് ജയന്റെ ആത്മാവ്. ജയൻ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവർക്കെല്ലാം ഒരു സാധാരണ സിനിമാ നടനിൽ നിന്നും വ്യത്യസ്തനാവുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതം പ്രാരാബ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ, അത് പ്രത്യേകിച്ച് ആണായി ജനിച്ച ഒരാൾ ചെയ്യേണ്ടത് ആദ്യം കുടുംബം. അപ്പൊ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നേവി ഉദ്യോഗസ്ഥനാകാൻ കുറഞ്ഞ വിദ്യാഭ്യാസം, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഇറങ്ങി പുറപ്പെടുകയാണ്. കുടുംബത്തെ രക്ഷിക്കാൻ, എന്നെ വിശ്വസിച്ച് ഇരിക്കുന്ന ജീവന് എല്ലാവരെയും രക്ഷിക്കാൻ നേവിയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അഭിനേതാവ് അപ്പോഴും ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ വ്യക്തി അവിടെയും പലയിടത്തും സ്റ്റേജിലും മറ്റു പല പെർഫോമൻസുകളും ചെയ്ത് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹവുമായിട്ട് എറണാകുളത്ത് വന്ന് ഇറങ്ങുന്നു. എറണാകുളത്ത് വെച്ച് അദ്ദേഹം പല ഹോട്ടലുകളിൽ താമസിക്കുന്നു. അവസരം നടക്കുന്ന സമയത്ത് ജോസ് പ്രകാശ് എന്ന് പറയുന്ന നമ്മുടെ പഴയകാലത്തെ വില്ലൻ, അദ്ദേഹം ഒരു കാരണമാകുന്നു. ഇദ്ദേഹത്തെ ഒരു സംവിധായകനിലേക്ക് ചെല്ലുന്നു. ആ സംവിധായകൻ ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി മാത്രം ആദ്യം അദ്ദേഹത്തെ നിർദ്ദേശിക്കുന്നു. പിന്നീട് മെല്ലെ മെല്ലെ എന്താ പറയാ, അടിവെച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഒരുപാട് കാലം അടി വാങ്ങിച്ചുകൊണ്ട്, അതായത് സാധാരണ നായകന്മാർ പൂർണ്ണ നായകന്മാരാകുന്നത് വില്ലന്മാർ എത്ര അടി വാങ്ങിക്കുന്നതിനനുസരിച്ചാണ്. ആ രീതിയിൽ ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ വെറും അടി വാങ്ങിച്ചു നിന്ന ജയൻ കാലഘട്ടം പിന്നെ ആത്മാർത്ഥമായ നടനാകണമെന്നും മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം പിടിക്കണമെന്നുള്ള ഒരു തീരുമാനം നേരത്തെ മേലെ സ്വർഗലോകത്ത് അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ തീരുമാനിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളർ വരുന്ന കാലഘട്ടത്തിൽ ആയപ്പോഴേക്കും ഹീറോയിസം എന്ന് പറയുന്ന ശരവഞ്ചരം പോലൊരു സിനിമ, തീർച്ചയായും നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാകും. ശരവഞ്ചരം എന്ന് പറയുന്ന സിനിമയിൽ നായകനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഇഷ്ടപ്പെട്ടതും നമ്മൾ ഇന്നും ഓർക്കുന്നതും വില്ലനെയാണ്. കംപ്ലീറ്റ് മുഴുവനും ഒരു വില്ലത്തരം മാത്രമുള്ളൊരു വ്യക്തിയെ നമ്മൾ ഇന്നും ഓർക്കുന്നു. അപ്പോ ഹരിഹരൻ സാർ എന്ന് പറയുന്ന ഒരു സംവിധായകനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്താ കാരണം? തീർച്ചയായും അദ്ദേഹം കൊടുത്ത ആ ഒരു ക്യാരക്ടർ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ജയനെ കയറ്റി ഇരുത്തി എന്നുള്ളതാണ്. നമുക്ക് അറിഞ്ഞുകൂടാ ഇതിന് എങ്ങോട്ട് പോകുന്നത്. കാരണം മുഴുവനും വില്ലത്തരം മാത്രമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മനസ്സിലേക്ക് കയറിപ്പോയി. അറിയാതെ ആ പൗരുഷമാ, നോട്ടമാ, നടത്തമാ, മോളൽ, അടിക്കുന്ന അടി പോലും കിണ്ടൽ കണക്കിനുള്ള അടി എന്ന രീതിയിൽ അത്രയും വില്ലത്തരം കാണിച്ച അദ്ദേഹം പിന്നീട് അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കിട്ടുന്ന വേഷങ്ങളെല്ലാം ഭംഗിയായി ചെയ്ത് അങ്ങാടി പോലെയുള്ള ഒരു സിനിമയിലേക്ക് എത്തുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, സ്വയം പ്രയത്നം കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും മാത്രമേ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകൂ എന്ന് വ്യക്തമായി തെളിയിച്ച ഒരേ ഒരു നടൻ ജയനാണ്.